ഇന്ത്യൻ കായിക താരവും അർജുന അവാർഡ് ജേതാവുമായ മുൻ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി പത്മിനി തോമസ് ആണ് ഇന്ന് BJPക്ക് വേണ്ടി ഇത്തവണ കോർപ്പറേഷനിൽ ഇറങ്ങുന്നത്. പാളയം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഇത്രയും വർഷം ഈ ഒരു കായിക താരമായിരുന്നു, ഇന്ത്യൻ കായിക താരമായി നിന്നു, വലിയ രീതിയിൽ പോരാട്ടം ആ രീതിയിൽ പോരാടുമ്പോൾ ഇത്തവണ ജനപ്രതിനിധിയായി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പാളയം വാർഡിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. 1-2 വർഷം കൊണ്ട് ഞാൻ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി വിഷമങ്ങളൊക്കെ കേട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സ്പോർട്സിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എൻ്റർലി ഡിഫറെൻ്റാണ്. കാര്യം എന്ന് വെച്ചാൽ കായിക താരമായി ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടി, കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി, റെയിൽവേയിൽ ഉദ്യോഗസ്ഥയായി. ഇപ്പോൾ ഇതെനിക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജനങ്ങളെയെല്ലാം കാണുക, അവരുടെ ആവശ്യങ്ങളെല്ലാം അറിയുക, പരിഹരിക്കാവുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുക, ഇതൊക്കെയാണ് കാര്യം. നമ്മുടെ ഈ പാളയം വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഏകദേശം 6000 വോട്ടുകളും ഉണ്ട്, 2000 കുടുംബങ്ങളും ഉണ്ട്. നിരവധി പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. കുടിവെള്ളക്ഷാമം വലിയൊരു പ്രശ്നമാണ് അവിടെ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം വന്ന് നിൽക്കുക. രാവിലെ 5:30 വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണ് വരുന്നത്. സ്കൂളിൽ പോകേണ്ട പിള്ളേരും ഓഫീസ് സ്റ്റാഫും ഒക്കെ നിറയെ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജാണ്. അവിടെയൊക്കെ ഡ്രെയിനേജ് റോഡിലെല്ലാം പൊട്ടി വീഴും. ഇതൊന്നും നോക്കാനും പരിഹരിക്കാനും നേരത്തെ ഇരുന്ന കൗൺസിലർമാർക്കൊന്നും സാധിച്ചിട്ടില്ല. ഓടപ്രശ്നമുണ്ട്. കാര്യം വെള്ളം, മഴ പെയ്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ നടുക്ക് കെട്ടിക്കിടക്കുകയാണ്. അപ്പം വണ്ടി ഗതാഗതം, ഈ ചുറ്റിനും സ്കൂളും കോളേജും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. അത് പോകുമ്പോൾ വരുമ്പോഴൊക്കെ വലിയ ഒരു പ്രശ്നമാണ്. പിന്നെ നായ്ക്കളുടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒട്ടുമില്ല. കാര്യം 8-10 ദിവസം കഴിയുമ്പോഴാണ് വേസ്റ്റ് എടുക്കാനായിട്ട് ആൾ വരുന്നത്. ആ വേസ്റ്റ് അവരവിടെ നിന്ന് എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് കൂട്ടി വെക്കും. അങ്ങനെ നായ് ശല്യം ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, തൊട്ടടുത്താണ് മ്യൂസിയം. അതിനകത്തിട്ട് നടക്കാൻ വരുന്ന ആൾക്കാരെ നായ്ക്കൾ കടിക്കുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാം, നമ്മുടെ പാളയം മാർക്കറ്റ് ഇടിച്ച് പൊളിച്ചിട്ടേക്കുകയാണ്. ആ പാവങ്ങളെല്ലാം, സ്ത്രീകളൊക്കെ 85-ഉം 90 വയസ്സുള്ളവർ വരെ ഓരോ കച്ചവടം നടത്തി അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഈ മുകളിൽ സ്റ്റെപ്പ് കയറാനും ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതും എന്നാലും നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു വാർഡുമാണ് പാളയം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവിടെ. ആധുനികവൽക്കരിക്കണം. ഒരുപാട് എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളെല്ലാം ആദ്യമായിട്ട് പരിഹരിക്കണം. അതുപോലെ തന്നെ നമുക്കവിടെ ഒരുപാട് വേറെ കാര്യമുണ്ട്. ഹെൽത്തിൻ്റെ കാര്യങ്ങൾ വരണം. പോലീസിൻ്റെ ഈ ബീറ്റ് പോലീസ് ഉണ്ടല്ലോ, അതൊക്കെ രാത്രി വരണം. ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഒരു വീട്ടിൽ കയറി, എൻ്റെ ഈ പാടിലുള്ളത് ചെമ്പക നഗറിൽ. അവരുടെ വീട്ടിലോട്ട് ഇറങ്ങുന്ന അവർ പറയുക, ഇത് കണ്ടോ, ഇവിടെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഒരു ദിവസം രാത്രി ഞാൻ നേരത്തെ പോയിരുന്നു, പ്രചരണത്തിന് പോയപ്പോൾ മഴയായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ വീട്ടിൽ കയറിയത്. ഈ ഹൃദയഭാഗത്തുള്ളിടത്ത് ഡ്രെയിനേജ് ഇല്ല, വഴി ലൈറ്റ് ഇല്ല. അപ്പം എൻ്റെ ആ നോട്ടത്തിൽ, ഞാൻ ഇന്ത്യ മുഴുവൻ നടന്നയാളാണ്, ഇന്ത്യക്ക് വെളിയിലും പോയ ആളാണ്. അപ്പം നമ്മുടെ ഈ നാട് വികസിക്കണം, അവിടെ ഹൈടെക് സിറ്റി മാതിരി ആക്കണം. കാര്യം തലസ്ഥാനമാണല്ലോ ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ജീവിതമാണ് വേണ്ടത്. കൗൺസിലർ ആവുകയാണെങ്കിൽ പാളയം ഒരു വാർഡിനപ്പുറത്തേക്ക് തലസ്ഥാന നഗരത്തിൻ്റെ ഒരു മുഖം കൂടിയായി മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ കായിക മേഖലയിൽ ഏതെങ്കിലും രീതിയിലൊരു കോൺട്രിബ്യൂഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? ഉണ്ട്, കണിശമായിട്ടും ചിന്തിക്കുന്നുണ്ട്. കാര്യം നിറയെ സ്പോർട്സ് കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. കാര്യം നമുക്കിവിടെ 3 സ്റ്റേഡിയങ്ങൾ അടുത്തുണ്ട്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയവും പോലീസ് സ്റ്റേഡിയവും സെൻട്രൽ സ്റ്റേഡിയവും ഒക്കെ അടുത്തടുത്ത്. നിരവധി കുട്ടികൾ നമ്മുടെ ഫുട്ബോളിലായാലും അത്ലറ്റിക്സിലായാലും ഒക്കെ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. അവിടെ നല്ല ക്ലബ്ബുകൾ സ്ഥാപിക്കണം. നമുക്കറിയാം, 2036 ഇപ്പം ഒളിമ്പിക്സ് വരാൻ പോവുകയാണ്. അതിനകത്ത് ഒരു ഈവൻ്റ് തന്നെ നമുക്കിപ്പം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഇന്നലെ ഡിക്ലെയർ ആയി നമ്മുടെ പ്രകടന പത്രികയിൽ ഒരു ഈവൻ്റ് നടത്തുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്തായിരിക്കും. അങ്ങനെ ഒരു വലിയ ഫ്യൂച്ചർ വരികയാണ്. അതുതന്നെ കുട്ടികളെ കായിക രംഗത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു വലിയ കാര്യമാണ്. ഒപ്പം നമുക്കറിയാം, സ്പോർട്സിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ലഹരിയിൽ നിന്ന് മുക്തരാകാം. ഈ കുട്ടികളൊക്കെ രാവിലെയും വൈകുന്നേരവും ഗ്രൗണ്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരുടെ സ്പോർട്സ് രംഗത്ത് വന്നാൽ അവരുടെ ഫ്യൂച്ചർ എന്താകുമെന്നുള്ള ഒരു ക്ലാസ് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഹോസ്റ്റലുകളുണ്ട്, വളർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. സ്പോർട്സിൽ സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലും ഒക്കെ പോയി ഒരു മെഡൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അവരെ മനസ്സിലാക്കുക, ബോധവൽക്കരിക്കുക, നല്ലൊരു ടീമിനെ അവിടെ നിന്ന് വാർത്തെടുക്കുക.
അതുപോലെ ഈ എല്ലാ സമ്മറിലും ക്യാമ്പുകളുണ്ട് ഈ 3 സ്റ്റേഡിയത്തും. അപ്പോൾ നമ്മുടെ വാർഡിലുള്ള പിള്ളേരെയൊക്കെ അതിലേക്ക് വിടുക. അപ്പോൾ ഇപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് 2036 ആകുമ്പം ഇന്ത്യൻ ടീമിൽ സ്ഥലം പിടിക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഒരു ഫ്യൂച്ചർ കണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് എൻ്റെ ഒരു എയിമാണ്. കോൺഗ്രസിൽ കുറേ കാലം കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിരുന്നു. പിന്നീട് ആ കോൺഗ്രസ് പാർട്ടി വിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് തങ്ങളുടെ പാർട്ടി വിട്ടു വരുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു അടഞ്ഞ അധ്യായമാണ്. ഞാൻ കണ്ടത് മോദിജിയാണ്. മോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ, സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡ്, അതൊക്കെ കണ്ട് നമ്മുടെ ഈ നീരജ് ചോപ്രയെ ഒളിമ്പിക്സിൻ്റെ ഒരു മെഡൽ വിൻ ചെയ്തപ്പം, ഗോൾഡ് മെഡൽ വിൻ ചെയ്തപ്പം അദ്ദേഹത്തിന് മോദിജി കൊടുത്ത ആ സ്ഥാനം, അല്ലെങ്കിൽ എന്താ പറയുക, ഈ കായിക താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനും അവർക്കുള്ള പ്രോത്സാഹനം എന്ന് വെച്ചാൽ ഇന്ന് വരെ ഒരു പ്രൈം മിനിസ്റ്ററും ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് വിളിച്ചവരെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടില്ല. ഏത് ഇന്ത്യൻ ടീം വെളിയിൽ പോയാലും അവരൊരു മെഡൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ മോദിജി നേരിട്ട് വിളിച്ചവരെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അർഹതമായ സ്ഥാനങ്ങൾ അവർക്ക് കൊടുക്കും, പാരിതോഷികങ്ങൾ കൊടുക്കും. എന്ത് വേണ്ട ഭയങ്കരമായ ലെവലിലാണ് കായിക താരങ്ങളെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ലോകസഭയിലും രാജ്യസഭയിലും ഒക്കെ ഒരുപാട് കായിക താരങ്ങൾ ഉണ്ട് അവിടെയൊക്കെ. അപ്പം അവർക്ക് ഒരു കായിക താരത്തിന് അവനവൻ്റെ പെർഫോമൻസ് അടിസ്ഥാനത്തിൽ അവരെല്ലാം വേണ്ട പ്രോത്സാഹനങ്ങളും കൊടുക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു മോദിജിയുടെ ആ രംഗത്തോട്ടുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് മുൻഗണന കൊടുക്കുന്ന ആണ് BJP. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും PM ഒക്കെ. ഇവിടെയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടുത്തെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ആണേലും വളരെ നല്ല കായിക താരങ്ങളായാലും എല്ലാ മേഖലയിലും വളർച്ച വരണം, കേരളത്തിൽ വലിയൊരു എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുവരണം, നല്ലൊരു സിറ്റി ആക്കണം എന്നുള്ളൊരു മനസ്ഥിതിയിൽ പോകുന്ന ആളാണ്. അവിടെ കറപ്ഷൻസ് ഇല്ല. നമുക്കറിയാം ഇപ്പം എവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും കോർപ്പറേഷനിലെ കാര്യം തന്നെ എടുക്കാം, നമ്മൾ ഒരുപാട് ടാക്സൊക്കെ കിട്ടി അതൊന്നും കാണാനില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ. അതൊക്കെ മാറ്റി ജനങ്ങൾക്ക് നേരിട്ടൊരു ഹൈടെക് ആയിട്ട് തന്നെ സിറ്റി ആകണം. അതുപോലെ ജനങ്ങൾ കൊടുക്കുന്ന പൈസകൾ കറക്റ്റായിരിക്കണം. ഓൺലൈൻ സമ്പ്രദായം എല്ലാം ഇനിയിപ്പം തന്നെ പ്രകടന പത്രികയിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ കൂടെ ആർക്കും ആരെയും പറ്റിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ കളിപ്പിക്കാത്ത രീതിയിൽ ചൂഷണം ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. എല്ലാ ആശംസകളും. താങ്ക് യു.